അപ്പോൾ നമ്മൾ ഈ ലെക്ചറിൽ മോഡ്യൂൾ 4 പ്രീവിയസ് ഇയർ പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. അപ്പോൾ ആ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ കുറച്ച് ഇക്വേഷൻസും കുറച്ച് കൺസെപ്റ്റ്സും അറിയണം. അതാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മളിതിൽ അറിയേണ്ട ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു പ്രോപ്പർട്ടി കയ്യിലുണ്ട്. ആ പ്രോപ്പർട്ടിയിൽ നിന്ന് എനിക്ക് ഒരു ആനുവലി ഒരു 5,000 റുപ്പീസ് ഒരു ഇൻകം പോലെ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ആനുവലി എനിക്ക് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് 5,000 റുപ്പീസ് ഈ ഒരു ഇൻകം പോലെ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 5,000 റുപ്പീസ് എനിക്ക് ആനുവലി കിട്ടാനായിട്ട് ഞാൻ ബാങ്കിൽ ഒരു എക്സ് എമൗണ്ട് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുവാണ്. അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് I ആണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ആനുവലി എനിക്കൊരു പ്രോപ്പർട്ടിന് 5,000 റുപ്പീസ് കിട്ടുന്നുണ്ട്. ആ 5,000 കിട്ടാനായിട്ട് ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി എന്തുമാത്രം എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം, അതാണ് നമ്മുടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ഇപ്പോൾ 5,000 റുപ്പീസ് കിട്ടാനായിട്ട് ഞാൻ ബാങ്കിൽ ഒരു എക്സ് എമൗണ്ട് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. അവിടുത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് I ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഈ എക്സ് ആണ് എൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ഇനി I എന്ന് പറയുന്നത് എന്തുവാണ്? നമ്മൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിന് വേണ്ടി ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഉള്ള എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, അതാണ് I എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് നെറ്റ് ഇൻകം ഇൻറ്റു ഇയേഴ്സ് പർച്ചേസ്. നെറ്റ് ഇൻകം എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട് ഗോയിങ്സ്, അതാണ് നെറ്റ് ഇൻകം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട് ഗോയിങ്സ്. ഗ്രോസ് ഇൻകം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ആനുവൽ എനിക്കൊരു 5,000 ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഈ 5,000-ൽ ഒരു 1,000 റുപ്പീസ് ആ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് 1,000 റുപ്പീസ് എനിക്ക് ചിലവായി. അങ്ങനെയാണെങ്കിൽ അതെൻ്റെ ഔട്ട് ഗോയിങ് ആണ്. അപ്പോൾ ഗ്രോസ് ഇൻകം എന്ന് പറഞ്ഞാൽ 5,000, ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ 1,000. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് 5,000 മൈനസ് 1,000, ദാറ്റ് ഈസ് 4,000 ആണ് എൻ്റെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. ഇനി ഇയേഴ്സ് പർച്ചേസ്. ഇയേഴ്സ് പർച്ചേസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ I ഡാഷ്. ഓക്കെ, അപ്പോൾ 1 ഡിവൈഡഡ് ബൈ I ഡാഷ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതിലൊരു കറക്ഷനുണ്ട്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിന് വേണ്ടിയിട്ട് ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. ആ എമൗണ്ടിൻ്റെ അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിനോട്ട് ചെയ്യുന്നത് I ഡാഷ് എന്നാണ്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിനായിട്ട്, അതായത് 5,000 എനിക്ക് ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ട്. ആ ഇൻകം കിട്ടാനായിട്ട് ഞാൻ ബാങ്കിൽ എന്തുമാത്രം എമൗണ്ട് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അതാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബാങ്കിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരിക്കും, അതിനെ ഞാൻ I ഡാഷ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇയേഴ്സ് പർച്ചേസ് കണ്ടുപിടിക്കാനായിട്ട് 1 ഡിവൈഡഡ് ബൈ I ഡാഷ്, അതാണ് ഫോർമുല. I ഡാഷ് എന്ന് പറയുന്നത് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇനി ഈ ഫോർമുല ഉപയോഗിക്കുന്നത് ഇഫ് ഇൻകം കണ്ടിന്യൂസ് ഫോർ എ ലോങ് ടൈം, അതായത് നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് എനിക്ക് ആ ഇൻകം ഒരു 70 ഇയേഴ്സോ അതിൽ കൂടുതലോ ആണ് അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നതെങ്കിൽ നമ്മൾ ഇയേഴ്സ് പർച്ചേസിനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ I ഡാഷ്. ഇനി ഇഫ് ഇൻകം കണ്ടിന്യൂസ് ഫോർ എ സെർട്ടൺ നമ്പർ ഓഫ് ഇയേഴ്സ് ആണെങ്കിൽ ഇയേഴ്സ് പർച്ചേസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ I ഡാഷ് പ്ലസ് സ്മോൾ ലെറ്റർ എസ്. ഇതിൽ I ഡാഷ് എന്ന് പറയുന്നത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിന് വേണ്ടിയിട്ട് ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ ബാങ്കിലുള്ള ഇൻട്രസ്റ്റ് റേറ്റാണ് I ഡാഷ്. ഇനി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ് സിങ്കിങ് ഫണ്ട് എന്ന് പറയും. സ്മോൾ ലെറ്റർ എസ് എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് സിങ്കിങ് ഫണ്ട് എന്ന് പറയും. അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറയാം. അതിന് മുമ്പ് ഈ ഇക്വേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഇഫ് ഇൻകം കണ്ടിന്യൂസ് ഫോർ എ സെർട്ടൺ നമ്പർ ഓഫ് ഇയേഴ്സ്, അതായത് സേ ഒരു 25 ഇയേഴ്സിനാണ് നമ്മളിപ്പോൾ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് എനിക്ക് ഇൻകം കിട്ടുന്നതെങ്കിൽ നമ്മൾ ഒരു സ്പെസിഫിക് അവിടെ ഒരു എന്താണ് ഇയർ പറയുന്നുണ്ട്, 25 ഇയേഴ്സ് എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഇയർ എത്രയാണെന്നൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യുക. അപ്പോൾ ഇൻകം കണ്ടിന്യൂസ് ഫോർ എ ലോങ് ടൈം OIP കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. ദെൻ ഇൻകം കണ്ടിന്യൂസ് ഫോർ എ സെർട്ടൺ നമ്പർ ഓഫ് ഇയേഴ്സ്, അതായത് 25 ഇയേഴ്സൊക്കെ ആണെങ്കിൽ ഇയേഴ്സ് പർച്ചേസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. ഓക്കെ, അതിൽ സ്മോൾ ലെറ്റർ എസ് എന്ന് പറയുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് സിങ്കിങ് ഫണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു പറയാം. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് സിങ്കിങ് ഫണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് I ഡിവൈഡഡ് ബൈ 1 + I ദ ഹോൾ റേസ് ടു n - 1. അപ്പോൾ അതിന് മുമ്പ് എന്താണ് സിങ്കിങ് ഫണ്ട് എന്നറിയണം. അതായത് ഇപ്പോൾ എൻ്റെ ഒരു ബിൽഡിംഗ് ഞാൻ കൺസ്ട്രക്റ്റ് ചെയ്തു. ആ കൺസ്ട്രക്റ്റ് ചെയ്യാൻ നേരത്തെ എനിക്കൊരു 5 ലാക്കാണ് അതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ചിലവായതെന്ന് വിചാരിക്കുക. കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് 5 ലാക്ക് ചിലവായി. ഇനി ആ ബിൽഡിങ്ങിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ഒരു 50 ഇയേഴ്സാണ് ആ ബിൽഡിങ്ങിൻ്റെ ലൈഫ് ടൈം. അപ്പോൾ ഈ 50 ഇയേഴ്സ് കഴിഞ്ഞാൽ ഞാൻ ആ ബിൽഡിംഗ് റീകൺസ്ട്രക്റ്റ് ചെയ്യണം, കാരണം അതിൻ്റെ ലൈഫ് ടൈം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ ബിൽഡിംഗ് റീകൺസ്ട്രക്റ്റ് ചെയ്യണം. ആ റീകൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട്
ഞാൻ എന്തുമാത്രം എമൗണ്ട് കയ്യിൽ കരുതണം. അതാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ആ ഒരു ബിൽഡ് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഞാൻ എന്തുമാത്രം എമൗണ്ട് കയ്യിൽ കരുതണം, അതാണ് എൻ്റെ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി മിക്കവാറും ക്വസ്റ്റ്യൻസിൽ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എടുത്ത് പറയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത് അതായത് ആ ബിൽഡിംഗ് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മുടെ അതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് തന്നെ നമ്മൾ ആ ബിൽഡിംഗ് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എടുക്കും. ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ 5 lakh ആയെങ്കിൽ അത് റീകൺസ്ട്രക്ട് ചെയ്യാനും 5 lakh തന്നെ വേണം എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും അത് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ 4,50,000 മതി എന്ന് പറയുകയാണെങ്കിൽ ആ 4,50,000 എടുക്കുക. ഇനി അതല്ല ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റിന് സിങ്കിങ് ഫണ്ടായിട്ട് അല്ലെങ്കിൽ റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ആ ബിൽഡിംഗ് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ 5 lakh ആയെങ്കിൽ റീകൺസ്ട്രക്ട് ചെയ്യാനും 5 lakh തന്നെ വേണമെന്ന് എടുക്കുക. ദെൻ ഇനി അതിൻ്റെ കൂടെ ഒരു കാര്യം പറയണം, സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ. അതായത് ഇപ്പോൾ ഞാൻ ഒരു ബിൽഡിങ് റീകൺസ്ട്രക്ട് ചെയ്യുവാണ്. അപ്പോൾ റീകൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ ആ ബിൽഡിങ്ങിലെ ഓൾഡ് പാർട്സൊക്കെ, അതായത് ഈ വിൻഡോയുടെ പാർട്സൊക്കെ എനിക്ക് വേണമെങ്കിൽ മറ്റൊരാൾക്ക് മറിച്ച് വിറ്റിട്ട് അതിൻ്റെ പൈസ ഞാൻ മേടിച്ചതിന് ശേഷം ഞാൻ അതിനെ റീകൺസ്ട്രക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ പഴയ ഓൾഡ് പാർട്സ് എല്ലാം കൊടുത്തപ്പോഴത്തേക്കും എനിക്കൊരു 50,000 റുപ്പീസ് കിട്ടിയെന്ന് വയ്ക്കുക. അങ്ങനെ ആ 50,000 ആണ് എൻ്റെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 5 lakh ഞാൻ കൺസ്ട്രക്റ്റ് ചെയ്തു, അത് റീകൺസ്ട്രക്ട് ചെയ്യാനും 5 lakh തന്നെ വേണം. പക്ഷേ അതിൻ്റെ ഡിസ്മാൻഡിൽ ചെയ്ത് ഞാൻ മറ്റൊരാൾക്ക് കൊടുത്തിട്ട് പൈസ വാങ്ങുവാണ്. അങ്ങനെ ഒരു 50,000 എനിക്ക് കിട്ടും ഭാവിയിൽ. അങ്ങനെയാണെങ്കിൽ സിങ്കിങ് ഫണ്ട്, ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത് അതിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യും. ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട് അതെന്ന് പറയുന്നത് ബിൽഡിംഗ് റീകൺസ്ട്രക്ട് ചെയ്യാൻ എത്ര എമൗണ്ട് വേണം, 5 lakh മൈനസ് നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 50,000. അപ്പോൾ 4,50,000 ആണ് നമ്മുടെ ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ടിലായിട്ട് എടുക്കേണ്ടത്. 4,50,000 വരും. ഓക്കെ, ഒന്നുകൂടെ പറയാം. നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത് 5 lakh-നാണ്. അത് റീകൺസ്ട്രക്ട് ചെയ്യാനും 5 lakh തന്നെ വേണം എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും റീകൺസ്ട്രക്ട് ചെയ്യാൻ 4 lakh മതി എന്ന് പറയുകയാണെങ്കിൽ അതെടുക്കുക. ഓക്കെ, എത്രയാണെങ്കിലും റീകൺസ്ട്രക്ട് ചെയ്യാൻ ഇപ്പോൾ 5 lakh ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഓൾഡ് പാർട്സൊക്കെ ഞാൻ വേണമെങ്കിൽ എനിക്ക് ഡിസ്മാൻഡിൽ ചെയ്ത് മറ്റൊരാൾക്ക് മറിച്ച് വിട്ടിട്ട് അതിൻ്റെ ഒരു എമൗണ്ട് കിട്ടും. അപ്പോൾ അങ്ങനെ എനിക്കൊരു 50,000 സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത് ഈ 5 lakh മൈനസ് 50,000 അതാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട്. ഇനി ഈ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത് ബിൽഡിംഗ് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്യണം, ഞാൻ ഇപ്പോഴേ ഒരു ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് തുടങ്ങിയാലേ ഇതിൻ്റെ ലൈഫ് ടൈം കഴിയുമ്പോൾ എനിക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ബിൽഡിങ്ങിൻ്റെ ലൈഫ് ടൈം കഴിയുമ്പോൾ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സിങ്കിങ് ഫണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി ഒരു എമൗണ്ട് ആനുവലി ഡെപ്പോസിറ്റ് ചെയ്യുവാണ്. അതിനെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ ഐ എന്ന് ഡിനോട്ട് ചെയ്യും. ആനുവലി ഞാൻ ഒരു എമൗണ്ട് സിങ്കിങ് ഫണ്ടിന് വേണ്ടിയിട്ട് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഐ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇവിടെ നേരത്തെ ഐ ഡാഷ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിന് വേണ്ടിയിട്ട് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റാണ് ഐ ഡാഷ്. സിങ്കിങ് ഫണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഐ, സ്മോൾ ലെറ്റർ ഐ. അപ്പോൾ ഞാൻ ഓരോ വർഷവും ഒരു എമൗണ്ട് സിങ്കിങ് ഫണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അതിനാണ് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ ഐ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അങ്ങനെ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റാണ് സ്മോൾ ലെറ്റർ ഐ. ഇനി എൻ എന്ന് പറയുന്നത് ആ ബിൽഡിങ്ങിൻ്റെ ലൈഫ് ടൈം. ഓക്കെ, ഇനി നമുക്ക് ഈ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് സിങ്കിങ് ഫണ്ട് അതാണ് നമ്മുടെ ഐ. അതായത് ഓരോ വർഷവും ഞാൻ സിങ്കിങ് ഫണ്ടിന് വേണ്ടിയിട്ട് എന്തുമാത്രം എമൗണ്ട് മാറ്റി വയ്ക്കണം, അതാണ് ക്യാപിറ്റൽ ലെറ്റർ ഐ എന്ന് പറഞ്ഞാൽ. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ SI ഡിവൈഡ് ബൈ 1 + I ഹോൾ റേസ് ടു n-1. ഇതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എസ് ആണ്, ഇത് സ്മോൾ ലെറ്റർ എസ് ആണ്, ഓർക്കുക. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു എത്രയാണ്, 5 lakh ആണ് ബിൽഡിംഗ് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടത്. പക്ഷേ 50,000 എനിക്ക് സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് കയ്യിൽ കിട്ടും. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് 5 lakh മൈനസ് 50,000, 4,50,000 മതി എനിക്ക് എന്ത് ചെയ്യാൻ, ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ടായിട്ട്. അപ്പോൾ ആ എസ് ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കേട്ടോ, 4,50,000. ഇനി ഐ എന്ന് പറഞ്ഞാൽ ആ ബാങ്കിലെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, എൻ എന്നുള്ള നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് സിങ്കിങ് ഫണ്ട്, അതായത് ഒരു വർഷം ഞാൻ സിങ്കിങ് ഫണ്ടിന് വേണ്ടിയിട്ട് എന്തുമാത്രം എമൗണ്ട് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് കിട്ടും. ഇനി
അടുത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതെന്ന് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മെയിൻലി 3 മെത്തേഡ്സാണുള്ളത്. അതിലൊന്നെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇനി ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ്, ആ ബിൽഡിങ് അല്ലെങ്കിൽ ബിൽഡിങ്ങോ മെഷീൻ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി അത് വർഷം കഴിയും തോറും അതിൻ്റെ കോസ്റ്റ് കുറഞ്ഞു വരും. ഞാനിപ്പോൾ ഒരു 5 lakhനാണ് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തതെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 lakh ആവും. അപ്പോൾ അങ്ങനെ കോസ്റ്റ് കുറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ചിലപ്പോൾ വിയർ ആൻഡ് ടിയർ സംഭവിച്ചതാവും. ഒരു മെഷീനൊക്കെ ആണെങ്കിൽ അതിൻ്റെ വിയർ ആൻഡ് ടിയർ സംഭവിച്ചതാവാം, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പാർട്സൊക്കെ എന്തെങ്കിലും പ്രശ്നം പറ്റിയതാവാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാരണം വെച്ചാൽ അതിൻ്റെ കോസ്റ്റ് കുറയും. അതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നു കഴിഞ്ഞാൽ ഓരോ വർഷവും ഒരു സെർട്ടേൺ എമൗണ്ട് ഡിപ്രീസിയേഷൻ സംഭവിക്കും. ഒരു സെർട്ടേൺ എമൗണ്ട്, അതായത് ഫസ്റ്റ് ഇയറിൽ ഒരു 5,000 rupees ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നു എന്ന് വയ്ക്കുക. ഞാനൊരു 5 lakhനാണ് ഒരു ബിൽഡിംഗ് വാങ്ങിയത്. പക്ഷേ ആ ബിൽഡിങ്ങിന് ഓരോ വർഷം കഴിയുന്തോറും 5,000 rupees ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 5,000 rupees ഡിപ്രീസിയേഷൻ സംഭവിച്ചു. ഇനി സെക്കൻഡ് ഇയർ ആകുമ്പോൾ വീണ്ടും ഒരു 5,000 ഡിപ്രീസിയേഷൻ സംഭവിക്കും. അപ്പോൾ ടോട്ടൽ എത്രയായി? 10,000. അപ്പോൾ സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്കും ഈ ബിൽഡിങ്ങിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഈ 5 lakhൽ നിന്ന് 10,000 മൈനസ് ചെയ്യുന്നതായിരിക്കും. ഒന്നും കൂടി പറയാം, 5 lakhന് ഞാൻ ബിൽഡിംഗ് വാങ്ങി, ഓരോ വർഷവും ഒരു സെർട്ടേൺ എമൗണ്ട് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നു. നമ്മൾ അതിന് ഒരു 5,000 rupees ഓരോ വർഷവും കുറയുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഇയർ 5,000 കുറഞ്ഞു, സെക്കൻഡ് ഇയർ വീണ്ടും 5,000 കുറഞ്ഞു. അപ്പോൾ ടോട്ടൽ എത്രയായി? 10,000 ടോട്ടലി കുറഞ്ഞത്. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഇപ്പോഴത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് ആ 5 lakh മൈനസ് 10,000. ഇനി സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഞാനിപ്പോൾ ഈ 5,000 എന്ന് പറഞ്ഞാൽ ഒരു സെർട്ടേൺ എമൗണ്ട് കുറയുമെന്ന് പറഞ്ഞു. ആ എമൗണ്ട് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുലയാണ് C-S/N. അതിൽ C എന്ന് പറയുന്ന കോസ്റ്റ്, S എന്ന് പറയുന്ന സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ, ദെൻ N എന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സ്, ആ ബിൽഡിങ്ങിൻ്റെ ലൈഫ് ടൈം. അതാണ് ഇതിൽ പറഞ്ഞത്. അപ്പം എന്താണ്, ഡിപ്രീസിയേഷൻ പെർ ഇയർ ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇനി കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജ് മെത്തേഡുണ്ട്. കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജ് മെത്തേഡ് നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞത് 5,000 rupees വെച്ച് കുറയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജിൽ ഒരു സെർട്ടൺ പെർസെൻറ്റേജിൽ കുറയും. അതായത് ഇപ്പോൾ ഒരു വർഷം ഓരോ വർഷവും ആ ബിൽഡിങ്ങിൻ്റെ 10% വെച്ച് കുറയുന്നു എന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് നമ്മളൊരു പെർസെൻറ്റേജിലാണ് കുറയുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് പ്രോപ്പർട്ടി അറ്റ് ദ എൻഡ് ഓഫ് ഇയേഴ്സ്. ഇയർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് N അല്ല. N എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഒരു 60 years എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലൈഫ് ടൈമാണ്. ഇനി M എന്ന് പറഞ്ഞാൽ ഈ ലൈഫ് ടൈമിന് ഇടയ്ക്ക് ഒരു 30 years. അപ്പോൾ ലൈഫ് ടൈമിന് ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ഇയർ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ M എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി അറ്റ് ദ എൻഡ് ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് C*(1-P)M. അതായത് C എന്ന് പറഞ്ഞ കോസ്റ്റ്, P എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പെർസെൻറ്റേജ്, അതായത് ഒരു 10%ലാണ് കുറയുന്നതെങ്കിൽ ആ 10%, അതായത് 10/100 എന്നിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. M എന്ന് പറയുന്നത് നമ്മൾ ഏത് ഇയറിലെ വാല്യൂ ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതാണ് M. അതായത് ഇപ്പോൾ 30 years ആകുമ്പോൾ ഉള്ള അതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ M എന്ന് പറയുന്നത് 30. ദെൻ C എന്ന് പറയുന്ന കോസ്റ്റ്, S എന്ന് പറയുന്നത് ഇതിന് 2 ഇക്വേഷൻ ഉണ്ട്. C*(1-P)M. കൂടുതലും നമ്മൾ ഈ ഒരു ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. C*(S/C)M/N. ദെൻ അടുത്ത ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിംഗിങ് ഫണ്ട് മെത്തേഡാണ്. സിംഗിങ് ഫണ്ട് മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഇൻ ഇയേഴ്സ് നമ്മൾ കണ്ടുപിടിക്കും. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഇൻ ഇയേഴ്സ് അതിൻ്റെ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ X/Y. ഇനി X എന്ന് പറയുന്നത് ഇത് എങ്ങനെ കിട്ടിയതെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞേക്കുക. X എന്ന് പറയുന്നത് I/1+I^n-1. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് സിംഗിങ് ഫണ്ട് I കണ്ടുപിടിക്കുന്ന ഫോർമുല പറഞ്ഞു. അതിൽ SI/1+I^n-1 ഇതായിരുന്നു ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് സിംഗിങ് ഫണ്ട്. ഇനി നമ്മൾ കോയിഫിഷ്യൻ്റ് ഓഫ് സിംഗിങ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ടേം സ്മോൾ ലെറ്റർ എസ്, ഇതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എസ് ആണ്. ഇനി സ്മോൾ ലെറ്റർ എസ് എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് സിംഗിങ് ഫണ്ട്. കോയിഫിഷ്യൻ്റ് ഓഫ് സിംഗിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ ലെറ്റർ എസിൻ്റെ വാല്യൂ 1 ആവുകയാണെങ്കിൽ ഐയുടെ വാല്യൂ എത്ര, അതാണ് കോയിഫിഷ്യൻ്റ് ഓഫ് സിംഗിങ് ഫണ്ട് എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മളിവിടെ X എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തേക്കുന്നത്.
സിംഗിങ് ഫണ്ട് മെത്തേഡിൽ എസ് എന്ന് വരുന്നത് എന്തുവാണ്, ഈ കോഎഫിഷ്യൻ്റ് ഓഫ് സിംഗിങ് ഫണ്ട് സ്മോൾ ലെറ്റർ എസ് ആണ്. അപ്പോൾ എസ് എന്ന് പറയുന്നത് ഐയുടെ, ഈ എസിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ഐയുടെ വാല്യൂ എത്ര, അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് സിംഗിങ് ഫണ്ട്. അപ്പോൾ ഐ ഡിവൈഡഡ് ബൈ 1 + i the whole raised to n - 1 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ. ഇനി ഇതിൽ എന്താണ് ഒയ് എന്ന് പറയുന്ന ടേം. ഒയ് എന്ന് പറഞ്ഞാൽ ഐ ഈക്വൽ ടു ഈ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് സിംഗിങ് ഫണ്ട് എന്ന് പറയുന്നത് 1 ആവുകയാണെങ്കിൽ എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്ത് വരും? 1 + i the whole raised to n - 1 ഡിവൈഡഡ് ബൈ ഐ എന്ന് വരും. അതാണ് നമ്മൾ ഒയ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് ഈ ഇക്വേഷനിൽ ഐ ഈക്വൽ ടു 1 ആവുന്നു, എസ് ഈക്വൽ ടു എത്രയെന്ന് കണ്ടുപിടിക്കുന്നു. അതാണ് ഒയ്യുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതെന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കണം, എം ഇയേഴ്സ് ആണ്. കാരണം നമ്മൾ ഐ ഈക്വൽ ടു 1 ഫോർ 30 ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 30. എൻ എന്ന് പറയുന്നത് ലൈഫ് ടൈം, എം എന്ന് പറയുന്നത് ആ ലൈഫ് ടൈമിന് ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ഇയർ. ദെൻ ഡിപ്രിസിയേഷൻ, അതിന് വാല്യുവേഷൻ, ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിനും ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ നമ്മൾ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ഡിപ്രിസിയേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കാനൊരു ഫോർമുല, ഈ ഒരു ഫോർമുല വെച്ചിട്ടുള്ള പ്രോബ്ലമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിപ്രിസിയേറ്റഡ് വാല്യൂ ഡി ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 100 - RD / 100 the whole raised to n. അതിൽ പി എന്ന് പറയുന്നത് അതിൻ്റെ ബുക്ക് വാല്യൂ അല്ലെങ്കിൽ പ്രസൻറ്റ് മാർക്കറ്റ് വാല്യൂ ആണ് പി എന്ന് പറയുന്നത്. ഇനി ആർ ഡി എന്ന് പറയുന്നത് നമ്മുടെ ആ ബിൽഡിങ്ങിൻ്റെ ലൈഫ് ടൈമിനനുസരിച്ച് വേരി ചെയ്യും. അത് നമുക്ക് ആർ ഡി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഡിപ്രിസിയേഷൻ ആണ്. ആർ ഡി കിട്ടാനായിട്ട് ലൈഫ് ഇയർ തന്നിട്ടുണ്ട്. ആർ ഡി ഈ ഒരു ടേബിളിൽ നിന്ന് എടുക്കുക. ലൈഫ് ഇയർ എന്ന് പറയുന്നത് 100 ഇയേഴ്സ് ആണ്, ആർ ഡി ഈക്വൽ ടു 1. ദെൻ 75 ഇയേഴ്സ് ആണ് 1.3, അങ്ങനെ എടുക്കുക. ഓക്കെ, ഇനി എൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ലൈഫ് എത്ര ഇയർ ആണ് എന്നുള്ള. അപ്പോൾ ഇത്രയും ഫോർമുലാസ് അറിഞ്ഞിരിക്കണം പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം, എ ബിൽഡിംഗ് ഈസ് കൺസ്ട്രക്റ്റഡ് അറ്റ് എ കോസ്റ്റ് ഓഫ് 2,50,000. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റാണ് സി എന്ന് എടുക്കാം. അപ്പോൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? 2,50,000 ഓൺ എ ലാൻഡ് പർച്ചേസ്ഡ് അറ്റ് ₹50,000. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ 2,50,000, അതുപോലെ ലാൻഡിൻ്റെ കോസ്റ്റ് ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് 50,000. ദെൻ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി എക്സ്പെക്ട്സ് എ റിട്ടേൺ ഓഫ് 9% ഓൺ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ്റെ 9% റിട്ടേൺ കിട്ടുമെന്ന് ആ ഓണർ എക്സ്പെക്റ്റ് ചെയ്യുവാണ്. അതുപോലെ തന്നെ 8% ഓൺ കോസ്റ്റ് ഓഫ് ലാൻഡ്. കോസ്റ്റ് ഓഫ് ലാൻഡിൻ്റെ 8% ആ ഓണറിന് റിട്ടേൺ ആയിട്ട് കിട്ടും. അപ്പോൾ റിട്ടേൺ ആയിട്ട് കിട്ടുക എന്ന് ഉദ്ദേശിക്കുന്ന എന്തുവാണ്? ആ ഓണറിന് അതിൽ നിന്നൊരു ഇൻകം കിട്ടുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ റിട്ടേൺ കിട്ടുക എന്ന് ഉദ്ദേശിക്കുന്ന ആ ഓണറിനൊരു ഇൻകം കിട്ടുന്നു. അപ്പോൾ ഓണർ എക്സ്പെക്ട്സ് എ 9% റിട്ടേൺ ഓഫ് 9% ഓൺ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? റിട്ടേൺ ഓൺ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കണ്ടുപിടിക്കണം. അതെന്ന് പറഞ്ഞാൽ 9% ഓഫ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. 9/100 ഇൻറ്റു കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ 2,50,000 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ റിട്ടേൺ ഓൺ കോസ്റ്റ് ഓഫ് ലാൻഡ്, ആ കോസ്റ്റ് ഓഫ് ലാൻഡിൻ്റെ 8% റിട്ടേൺ കിട്ടും എന്ന് പറയുന്നു. അപ്പോൾ 8/100 ഇൻറ്റു കോസ്റ്റ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞാൽ 50,000 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് അയാൾക്ക് കിട്ടുന്ന ഇൻകമാണ്. എന്ത് ഇൻകമാണ്? നെറ്റ് ഇൻകമാണ് ഈ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെ സം എടുക്കുക. 22,500ൻ്റെയും 4,000ൻ്റെയും സം എടുക്കുമ്പോൾ ആ ഓണറിന് കിട്ടുന്ന നെറ്റ് ഇൻകം കിട്ടും. ഇനി നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ദ ബിൽഡിംഗ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ഹാവ് എ ഫ്യൂച്ചർ ലൈഫ് ഓഫ് 60 ഇയേഴ്സ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 60 ഇയേഴ്സ് ആണ്. എൻഡ് ഓഫ് വിച്ച് ഇറ്റ് റിക്വയർസ് 3,25,000 ഫോർ കൺസ്ട്രക്റ്റിങ് എ ന്യൂ ബിൽഡിംഗ് ഇൻ ഇറ്റ്സ് പ്ലേസ്. അതായത് 60 വർഷം കഴിയുമ്പോഴത്തേക്കും ഞാൻ ആ ബിൽഡിംഗ് റീകൺസ്ട്രക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എനിക്ക് 3,25,000 വേണം. 25,000 ഇത്ര എമൗണ്ട് വേണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു അതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സിങ്കിങ് ഫണ്ടാണ്. അപ്പോൾ സിങ്കിങ് ഫണ്ടിൽ നമുക്ക് 3,25,000 ആണ് ആ ബിൽഡിംഗ് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് വേണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞു ഈ 3,25,000 അല്ല നമ്മൾ ക്യാപിറ്റൽ എസ് എന്ന് പറഞ്ഞ ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ടിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. പകരം താഴോട്ട് വായിക്കാം. ഡിറ്റർമിൻ ദ സ്റ്റാൻഡേർഡ് റെൻറ്റ് ഓഫ് ദ പ്രോപ്പർട്ടി. സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഗ്രോസ് റെൻറ്റ് പെർ മന്ത് ആണ്. നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 1 ഇയറിലെ നെറ്റ് ഇൻകം ആണ് കിട്ടിയത്. ഇനി ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ ഗ്രോസ് ഇൻകം കണ്ടുപിടിക്കണം. ഗ്രോസ് ഇൻകം കണ്ടുപിടിക്കണമെങ്കിൽ നെറ്റ് ഇൻകം പ്ലസ് ഔട്ട് ഗോയിങ്സ്, അതാണ് ഇക്വേഷൻ. ഗ്രോസ് ഇൻകം ഈക്വൽ ടു നെറ്റ് ഇൻകം പ്ലസ് ഔട്ട് ഗോയിങ്സ്. അതിൽ ഔട്ട് ഗോയിങ്സ് നമ്മളിനി കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് എന്താണ്? ഗ്രോസ് ഇൻകം കണ്ടുപിടിക്കണം. അപ്പം നെറ്റ് ഇൻകം പ്ലസ് ഔട്ട് ഗോയിങ് ചെയ്യുമ്പോൾ ഗ്രോസ് ഇൻകം കിട്ടും. പക്ഷേ ആ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഗ്രോസ് ഇൻകം പെർ ഇയർ ആയിരിക്കും. നമുക്ക് സ്റ്റാൻഡേർഡ് റെൻ്റാണ് വേണ്ടത്. സ്റ്റാൻഡേർഡ് റെൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് റെൻറ്റ് പെർ മന്ത് ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 12 ചെയ്യുക.
അപ്പോൾ അതിലോട്ട് വരാം. അപ്പോൾ ഡിറ്റർമിൻ ദ സ്റ്റാൻഡേർഡ് റെൻറ്റ് ഓഫ് ദ പ്രോപ്പർട്ടി ഗിവൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ സിംഗിങ് ഫണ്ട് എന്ന് പറയുന്നത് അറ്റ് 6%. അപ്പോൾ ഐയുടെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാണ്? 6%. സിംഗിങ് ഫണ്ടിന് വേണ്ടിയിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് 6%. ദെൻ ആനുവൽ റിപ്പയേഴ്സ് അറ്റ് 1.5% ഓഫ് കൺസ്ട്രക്ഷൻ കോസ്റ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഔട്ട് ഗോയിങ് ആണ്. ഇനി ഓൾ അതർ ഔട്ട് ഗോയിങ്സ് 28% ഓഫ് നെറ്റ് ഇൻകം ഓഫ് ദ പ്രോപ്പർട്ടി. അപ്പം നമുക്ക് ഔട്ട് ഗോയിങ്സിൽ തിയറി പഠിക്കുമ്പോൾ അതിൽ പഠിക്കും കുറേ ഔട്ട് ഗോയിങ്സ് വരും, ഒരു 7 എങ്ങാണ്ട് വരും. അപ്പോൾ ഇതിലിപ്പോൾ ആനുവൽ റിപ്പയറിന് 1.5% എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ ഔട്ട് ഗോയിങ്സും 28% ഓഫ് നെറ്റ് ഇൻകം ഓഫ് ദ പ്രോപ്പർട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഔട്ട് ഗോയിങ്സിൽ 7 വരുമെന്ന് പറഞ്ഞു. ആ 7 നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, പകരം ആനുവൽ റിപ്പയർ ചാർജും കണ്ടുപിടിക്കണം. മറ്റ് ഔട്ട് ഗോയിങ്സ് 28% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടുപിടിക്കുക. ദെൻ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് സിംഗിങ് ഫണ്ട്, അതും ഒരു ഔട്ട് ഗോയിങ് ആണ്. ഇത്രയും. അപ്പോൾ കാൽക്കുലേറ്റർ ഐ കണ്ടുപിടിക്കണം, അതുപോലെ ആനുവൽ റിപ്പയർ ചാർജ് കണ്ടുപിടിക്കണം, ഓൾ അതർ ഔട്ട് ഗോയിങ്സും കണ്ടുപിടിക്കണം. ഇത് ഇത്രയാണ്. ഇതെല്ലാം കൂടി സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഔട്ട് ഗോയിങ്സ് കിട്ടും. അപ്പോൾ ഇനി പറയുന്നുണ്ട് സ്ക്രാപ്പ് വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 10%. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ എൻഡിൽ നമുക്ക് ആ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് ആ കൺസ്ട്രക്ഷൻ കോസ്റ്റിൻ്റെ 10% കയ്യിൽ കിട്ടും. അപ്പോൾ എനിക്കിവിടെ റീകൺസ്ട്രക്ട് ചെയ്യാൻ 3,25,000 വേണം, പക്ഷേ ഒരു 10% ഓഫ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് എനിക്ക് കയ്യിൽ കിട്ടും. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് സിംഗിങ് ഫണ്ട് എത്ര വരും? ഈ 3,25,000 മൈനസ് 10% ഓഫ് കൺസ്ട്രക്ഷൻ കോസ്റ്റ്. കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2,50,000. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സിംഗിങ് ഫണ്ട് എന്ന് പറയുന്നത് 3,25,000 അത്രയുമാണ് നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടത്. മൈനസ് സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് എനിക്ക് 10% കയ്യിൽ കിട്ടും. അപ്പോൾ -10/100 ഇൻറ്റു, ഇനി സ്ക്രാപ്പ് വാല്യൂ എപ്പോഴും ബിൽഡിങ്ങിന് മാത്രമേ വരത്തുള്ളൂ, കോസ്റ്റ് ഓഫ് ലാൻഡിൽ വരത്തില്ല. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റിലാണ് സ്ക്രാപ്പ് വാല്യൂ വരുന്നത്. അപ്പോൾ 2,50,000 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് സിംഗിങ് ഫണ്ട് ഇതെന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ എസ്. ഓക്കെ, ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ ക്യാപിറ്റൽ എസ് സിംഗിങ് ഫണ്ട്, ടോട്ടൽ എമൗണ്ട് ഓഫ് സിംഗിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് സിംഗിങ് ഫണ്ട് കണ്ടുപിടിക്കണം. കാരണം അതൊരു ഔട്ട് ഗോയിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ ഔട്ട് ഗോയിങ്സിൽ വരുന്ന ഒരു സംഭവമാണ് എന്തെന്ന്? ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് സിംഗിങ് ഫണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല SI / 1 + I the whole raised to n - 1. ഇനി നമ്മളിവിടെ സിംഗിങ് ഫണ്ടിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6% എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐയുടെ വാല്യൂ എന്ത് വരും? 6% വരും. കാൽക്കുലേറ്റർ എസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 6% എന്ന് പറഞ്ഞാൽ 0.06 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. N എന്ന് പറയുന്നത് ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ 60 years എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് സിംഗിങ് ഫണ്ട് കിട്ടി. ദെൻ ആനുവൽ റിപ്പയർ ചാർജ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ആനുവൽ റിപ്പയർ ചാർജ് എത്രയാണ്? 1.5% ഓഫ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ്റെ 1.5% ആനുവൽ റിപ്പയർ ചാർജ്. അപ്പോൾ 1.5% ഓഫ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ 2,50,000. അപ്പോൾ ആനുവൽ റിപ്പയർ ചാർജ് ഇട്ട് ഇനി ബാക്കിയുള്ള ഔട്ട് ഗോയിങ്സും 28% ഓഫ് നെറ്റ് ഇൻകം എന്നാണ് പറയുന്നത്. അപ്പോൾ 28/100 നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 26,500. ദെൻ ഔട്ട് ഗോയിങ്സ് എല്ലാം 7,420 റുപ്പീസ് എന്ന് കിട്ടും. ഇനി ടോട്ടൽ ഔട്ട് ഗോയിങ്സ് കണ്ടുപിടിക്കുക. ടോട്ടൽ ഔട്ട് ഗോയിങ് എന്ന് പറയുന്നത് എന്ത് വരും? ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് സിംഗിങ് ഫണ്ട് പ്ലസ് ആനുവൽ റിപ്പയർ ചാർജ് പ്ലസ് ഔട്ട് ഗോയിങ്. ഇത്രയും ചെയ്യുമ്പോൾ ടോട്ടൽ ഔട്ട് ഗോയിങ് വരും. ഇനി അത് പ്ലസ് നെറ്റ് റെൻറ്റ്. നെറ്റ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ 26,500. അതുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് റെൻറ്റ് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ഗ്രോസ് റെൻറ്റ് പെർ ഇയർ ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? ഗ്രോസ് റെൻറ്റ് പെർ മന്ത്. അതിനെ കിട്ടാനായിട്ട് /12. 1 ഇയർ എന്ന് പറഞ്ഞാൽ 12 months ആണ്. അപ്പോൾ /12 ചെയ്യുക. അപ്പോൾ ഗ്രോസ് റെൻറ്റ് പെർ മന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഗ്രോസ് റെൻറ്റ് പെർ മന്ത് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ദെൻ the cost of construction of a new building according to present market rate is 80,000. അപ്പോൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 80,000 ഹാവിങ് എ ലൈഫ് ഓഫ് 70 years. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 70 years ആണ്. ബട്ട് ഇഫ് ദ ബിൽഡിംഗ് ഈസ് 15 years ഓൾഡ്, അപ്പോൾ എം എന്ന് പറയുന്നത് എന്തോ പറഞ്ഞു ഞാൻ? ലൈഫ് ടൈമിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ഇയർ എടുത്താൽ അത് നമ്മൾ എം എന്ന് ഡിനോട്ട് ചെയ്യും. ഇനി ഡിറ്റർമിൻ ദ ഡിപ്രീസിയേഷൻ എമൗണ്ട്. ഡിപ്രീസിയേഷൻ എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിപ്രീസിയേഷൻ എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിവിടെ സിംഗിങ് ഫണ്ട് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഡിറ്റർമിൻ ദ ഡിപ്രീസിയേഷൻ എമൗണ്ട് വിച്ച് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ കോസ്റ്റ് ഓഫ് ന്യൂ ബിൽഡിംഗ് 6% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. 6% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് ബിൽഡിങ്ങിൽ നിന്ന് എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ അതെന്ന് പറയുന്നത് ഐയുടെ വാല്യൂ ആണ് എന്തോന്ന്? 6%. അതായത് സിംഗിങ് ഫണ്ടിന് വേണ്ടിയിട്ട് ഐയുടെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? 6% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്.
ഐയുടെ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിപ്രീസിയേറ്റഡ് കോസ്റ്റാണ് കണ്ടുപിടിക്കാൻ നമ്മളിവിടെ സിങ്കിങ് ഫണ്ട് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ പ്രസൻറ്റ് മാർക്കറ്റ് റേറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്നാണ് 80,000 തന്നിട്ടുണ്ട്, N തന്നിട്ടുണ്ട്, M ഉണ്ട്, ദെൻ I തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ സിങ്കിങ് ഫണ്ടിൽ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഇൻ M ഇയേഴ്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ X/Y ആണല്ലോ. അതിൽ നമ്മൾ Xഉം Yയും കണ്ടുപിടിക്കണം. അപ്പോൾ എച്ച് കോയിഫിഷ്യൻ്റ് ഓഫ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നതാണ് ഫോർ 70 ഇയേഴ്സ്. അതാണ് നമ്മൾ എച്ച് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, I ഡിവൈഡഡ് ബൈ 1 + അതിൻ്റെ ഹോൾ റേസ്ഡ് ടു n - 1. I എന്ന് പറയുന്നത് 6% സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് 0.06, എന്നിൻ്റെ വാല്യൂ 70. അപ്പോൾ നമുക്ക് എച്ചിൻ്റെ വാല്യൂ കിട്ടും. ഇനി ഒയ് എന്ന് പറയുന്നത് എന്തുവാണ് ഞാൻ പറഞ്ഞ I = 1 ആകുമ്പോൾ എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, അതാണ് ഒയ്. അപ്പോൾ അതെന്ന് പറയുന്നത് ആൻ എമൗണ്ട് ഓഫ് ₹1 per annum, അത് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത് 1 ആകുമ്പോൾ ഫോർ എത്ര ഇയേഴ്സാണ്, 15 ഇയേഴ്സ്. നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് Y = 1 + I the whole raised to M - 1/I. അതിൽ M എന്ന് പറയുന്നത് 15 ഇയേഴ്സ്, I സെയിം. അപ്പോൾ ഒയുടെ വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഇൻ 15 ഇയേഴ്സ് എന്ന് പറയുന്നത് X/Y ആണ് ഫോർമുല. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ടോട്ടൽ ഡിപ്രിസിയേഷൻ ഇൻ 15 ഇയേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് ഇൻറ്റു ഈ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഇൻ 15 ഇയേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഡിപ്രിസിയേഷൻ ഇൻ 15 ഇയേഴ്സ് കിട്ടും. ഇനി നമുക്ക് ഡിപ്രിസിയേറ്റഡ് കോസ്റ്റ് ഡിപ്രിസിയേഷൻ സംഭവിച്ചതിന് ശേഷം ആ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ്, അതെന്ന് പറഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റ് മൈനസ് ടോട്ടൽ ഡിപ്രിസിയേഷൻ ഇൻ 15 ഇയേഴ്സ്, അതാണ് നമ്മുടെ ഡിപ്രിസിയേറ്റഡ് കോസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഓൾഡ് ബിൽഡിംഗ് ഹാസ് ബീൻ പർച്ചേസ്ഡ് ബൈ എ പേഴ്സൺ അറ്റ് എ കോസ്റ്റ് ഓഫ് ₹30,000. അപ്പോൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, എക്സ്ക്ലൂഡിങ് ദ കോസ്റ്റ് ഓഫ് ലാൻഡ്. അപ്പോൾ ഇതിനകത്ത് ലാൻഡിൻ്റെ കോസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല. ദെൻ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ആനുവൽ സിങ്കിങ് ഫണ്ട്. ആനുവൽ സിങ്കിങ് ഫണ്ട് I ആണ് കണ്ടുപിടിക്കേണ്ടത് അറ്റ് 4% ഇൻട്രസ്റ്റ്. അപ്പോൾ ഐയുടെ വാല്യൂ, സ്മോൾ ലെറ്റർ ഐയുടെ വാല്യൂ തന്നിട്ടുണ്ട് 4%. ഫ്യൂച്ചർ ലൈഫ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുന്നത് 20 ഇയേഴ്സ്, അതായത് N തന്നിട്ടുണ്ട്. ദെൻ സ്ക്രാപ്പ് വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് ആസ് 10% ഓഫ് കോസ്റ്റ് ഓഫ് പർച്ചേസ്. അപ്പം നമുക്ക് I കണ്ടുപിടിക്കേണ്ട, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ടോട്ടൽ എമൗണ്ട്, ഐയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് SI ഡിവൈഡഡ് ബൈ 1 + I the whole raised to n - 1. അതിൽ ഈ ക്യാപിറ്റൽ S കണ്ടുപിടിക്കണം. അതെന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ടാണ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ആ ബിൽഡിംഗ് റീകൺസ്ട്രക്ട് ചെയ്യാൻ എത്ര എമൗണ്ട് വേണം, നമ്മുടെ ഇതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് വേണമെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ 30,000. ഓക്കെ, റീകൺസ്ട്രക്ട് ചെയ്യാൻ എത്ര വേണം, അത് മൈനസ് എൻ്റെ സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ 10% ഓഫ് കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്നാണ്. അപ്പോൾ 10/100 ഇൻറ്റു കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എത്രയാണ്, 30,000. അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട് കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ബിൽഡിംഗ് റീകൺസ്ട്രക്ട് ചെയ്യാൻ എത്ര വേണം, അത് മൈനസ് എന്താണ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ക്വസ്റ്റിന് 10% ഓഫ് കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 10/100 ഇൻറ്റു കോസ്റ്റ് ഓഫ് പർച്ചേസ് 30,000. ദെൻ റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഞാൻ ആ ബിൽഡിംഗ് എത്ര രൂപയ്ക്കാണോ അത് കൺസ്ട്രക്ട് ചെയ്ത് അത്രയും എമൗണ്ട് തന്നെ വേണമെന്ന് ഞാൻ അസ്യൂം ചെയ്യുവാണ്. അപ്പോൾ 30,000 മൈനസ് 10% ഓഫ് 30,000. ഓക്കെ, ഇനി ഇവിടെ ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് ആ ബിൽഡിംഗ് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് 20,000 മതി എന്ന് പറയുവാണെങ്കിൽ എന്ത് വരും, 20,000 മൈനസ് 10/100 ഇൻറ്റു 30,000. എപ്പോഴും ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ചെയ്യുന്നതാണ് 10% സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ 20,000 ആണ് എനിക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണമെന്ന് പറയുന്നതെങ്കിൽ ഇവിടെ എന്ത് വരും, 20,000 മൈനസ് 10/100 ഇൻറ്റു കോസ്റ്റ് ഓഫ് പർച്ചേസ്, ദാറ്റ് ഈസ് 30,000 എന്ന് വരും. ഇനി ഐയിൽ എസ് കിട്ടി. ഇനി സ്മോൾ ലെറ്റർ ഐ എന്ന് പറയുന്നത് എത്രയാണ്, 4% ആണ്. അപ്പോൾ 0.04 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. N എന്ന് പറഞ്ഞാൽ 20 ഇയേഴ്സും തന്നിട്ടുണ്ട്. ബാക്കി കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഐയുടെ വാല്യൂ കിട്ടും, അതായത് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് സിങ്കിങ് ഫണ്ട്. ദെൻ എ 3 സ്റ്റോറീഡ് ബിൽഡിംഗ്. അപ്പം എത്ര സ്റ്റോറിയാണ്, 3 സ്റ്റോറീഡ് ബിൽഡിംഗ് ആണ്. ഈ സ്റ്റാൻഡിംഗ് ആണ് പ്ലോട്ട് ഓഫ് ലാൻഡ് മെഷറിങ് 800 സ്ക്വയർ മീറ്റർ. അപ്പോൾ ആ ലാൻഡിൻ്റെ ഏരിയ ആണ് എത്ര, 800 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദ പ്ലിന്ത് ഏരിയ ഓഫ് ഈച്ച് സ്റ്റോറി ഈസ് 400 സ്ക്വയർ മീറ്റർ. ഓരോ സ്റ്റോറിക്കും 400 സ്ക്വയർ മീറ്റർ ആണ് പ്ലിന്ത് ഏരിയ. അങ്ങനെ ഞങ്ങൾ 3 സ്റ്റോറി എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര വരും, ടോട്ടൽ പ്ലിന്ത് ഏരിയ എത്ര വരും, 3 × 400 എന്ന് വരും. ദെൻ ദ ബിൽഡിംഗ് ഈസ് ഓൺ RCC ഫ്രെയിംഡ് സ്ട്രക്ചർ ആൻഡ് ദ ഫ്യൂച്ചർ ലൈഫ് മേ ബി ടേക്കൺ 70 ഇയേഴ്സ്. അപ്പോൾ N എന്ന് പറഞ്ഞാൽ 70 ഇയേഴ്സ് ആണ്. ദ ബിൽഡിംഗ് ഫെച്ചസ് എ ഗ്രോസ് റെൻറ്റ് പെർ മന്ത് എന്ന് പറഞ്ഞാൽ 1,500. ദെൻ വർക്കൗട്ട് ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് ഓഫ് ദ പ്രോപ്പർട്ടി ഓൺ ദ ബേസ് ഓഫ് 6% നെറ്റ് yield.
6% എന്ത് കിട്ടും, നെറ്റ് ഈൽഡായിട്ട് കിട്ടാം. ഫോർ സിംഗിങ് ഫണ്ട് 3% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മേ ബി അസ്യൂംഡ്. അപ്പോൾ ഇവിടെ ഈ 6% നെറ്റ് ഈൽഡ് അത് എന്തിനാണ് വരുന്നത്, ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിനാണ് വരുന്നത്. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ അത് നിന്ന് I' ആണ്. I' വാല്യൂ ആണ് എന്താ 6% എന്ന് പറയുന്നത്. ഇനി സിംഗിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ 3% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനാണ് നമ്മൾ കൊണ്ടിടുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ ആണ് 3%. ദെൻ കോസ്റ്റ് ഓഫ് ലാൻഡ് മേ ബി ടേക്കൺ ₹40 per square meter. അതർ ഡേറ്റ മേ ബി അസ്യൂംഡ് സ്യൂട്ടബ്ലി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുക, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഞാൻ ആദ്യമേ പറഞ്ഞു, നെറ്റ് റെൻറ്റ് ഇൻറ്റു ഇയേഴ്സ് പർച്ചേസ്. നെറ്റ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് റെൻറ്റ് പെർ ഇയർ ഇൻറ്റു മൈനസ് ഔട്ട് ഗോയിങ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ 7 ഔട്ട് ഗോയിങ്സ് എങ്ങാണ്ട് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം ഇവിടെ. അപ്പോൾ ആദ്യം എന്താണ് നമ്മൾ ഗ്രോസ് ഇൻകം പെർ ഇയർ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഗ്രോസ് റെൻറ്റ് പെർ മന്ത് ആണ് എത്ര 1500 എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ 1 ഇയർ ആകുമ്പോൾ ഗ്രോസ് ഇൻകം പെർ ഇയർ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 12 ചെയ്യുക, 1500 ഇൻറ്റു 12 ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട് ഗോയിങ്സ് പെർ ആനം കണ്ടുപിടിക്കണം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ളതെല്ലാം ഈ ഒരു സംഭവം മുനിസിപ്പൽ ടാക്സ് അറ്റ് 20% അതെല്ലാം നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്, ക്വസ്റ്റ്യനും തരത്തില്ല. അപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട് ഗോയിങ് എന്താണ്, മുനിസിപ്പൽ ടാക്സ് ആണ്. അത് 20% ഓഫ് ഗ്രോസ് ഇൻകം, ഗ്രോസ് ഇൻകത്തിൻ്റെ 20%. അപ്പോൾ 20/100 ഇൻറ്റു ഗ്രോസ് ഇൻകം. ദെൻ രണ്ടാമത്തെ ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ റിപ്പയർ ചാർജ് അറ്റ് റെൻറ്റ് ഓഫ് 1 month. 1 monthലെ റിപ്പയർ ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഗ്രോസ് റെൻറ്റ് പെർ മന്ത് തന്നെ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ 1500. ദെൻ പ്രോപ്പർട്ടി ടാക്സ് അറ്റ് 5% ഓഫ് ഗ്രോസ് ഇൻകം, 5/100 ഇൻറ്റു ഗ്രോസ് ഇൻകം. ദെൻ ഇൻഷുറൻസ് പ്രീമിയം അറ്റ് 0.5% ഓഫ് ഗ്രോസ് റെൻറ്റ്, 0.5/100 ഇൻറ്റു ഗ്രോസ് റെൻറ്റ് എത്രയാണ് 18,000. ദെൻ മാനേജ്മെൻറ്റ് ചാർജസ് അറ്റ് 6% ഓഫ് ഗ്രോസ് റെൻറ്റ്, മിസ്ലേനിയസ് ചാർജ് അറ്റ് 2% ഓഫ് ഗ്രോസ് റെൻറ്റ്. ദെൻ സിംഗിങ് ഫണ്ട്. ഈ 7 എണ്ണമാണ് നമ്മുടെ ഔട്ട് ഗോയിങ്സിൽ വരുന്നത്. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ കാണാതെ പഠിക്കണം. ഇത്രയാണ് ഔട്ട് ഗോയിങ്സിൽ വരുന്നത്, അതിൻ്റെ പെർസെൻറ്റേജും അറിഞ്ഞിരിക്കണം. ഇനി സിംഗിങ് ഫണ്ടിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഔട്ട് ഗോയിങ് ആണെന്ന് പറഞ്ഞു. സിംഗിങ് ഫണ്ട് അല്ല ഔട്ട് ഗോയിങ് വരുന്നത്, ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് സിംഗിങ് ഫണ്ട് I ആണ് നമ്മുടെ ഔട്ട് ഗോയിങ്ങിൽ വരുന്നത്. അപ്പോൾ ആ I കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ എസ് സിംഗിങ് ടോട്ടൽ എമൗണ്ട് ഓഫ് സിംഗിങ് ഫണ്ട് കണ്ടുപിടിക്കണം. ഇവിടെ പക്ഷേ ക്വസ്റ്റ്യനില്ല ആ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പകരം ആ ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ഏരിയ, ഓരോ സ്റ്റോറിയുടെയും പ്ലിന്ത് ഏരിയ 400 ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അസ്യൂം ചെയ്യുക, പ്ലിന്ത് ഏരിയ റേറ്റ് എന്നാണ് ₹150 per meter square. 1 meter square 150 ആണ് അതിൻ്റെ പ്ലിന്ത് ഏരിയ റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സിംഗിങ് ഫണ്ട് എന്ന് പറയുന്നത് എത്ര വരും? സിംഗിങ് ഫണ്ട് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ 3 സ്റ്റോറി ഉണ്ട്, 400 square meter ആണ് ഓരോ സ്റ്റോറി. അപ്പോൾ 3 സ്റ്റോറിയുടെയും കൂടി ഏരിയ എന്ന് പറഞ്ഞാൽ 400 ഇൻറ്റു 3. ഇനി നമ്മളെ പ്ലിന്ത് ഏരിയ റേറ്റ് എന്ന് പറഞ്ഞാൽ 1 meter square ₹150 ആണ്. അങ്ങനെയാണെങ്കിൽ 400 ഇൻറ്റു 3 അത്രയും ഏരിയയ്ക്ക് എത്ര റുപ്പീസ് ആവും നോക്കുക, ഇൻറ്റു 150. അപ്പോൾ സിംഗിങ് ഫണ്ട് നമുക്ക് കിട്ടി. ദെൻ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് സിംഗിങ് ഫണ്ട് കണ്ടുപിടിക്കുക. അതിൽ ക്യാപിറ്റൽ എസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 1,80,000. ദെൻ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ സിംഗിങ് ഫണ്ടിന് വേണ്ടിയിട്ട് എത്രയാണ് 3% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഐയുടെ വാല്യൂ 0.03. ദെൻ ബിൽഡിങ്ങിൻ്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ 70 years ആണെന്ന് പറയുന്നു. അപ്പോൾ ഐയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട് ഗോയിങ്, ഒരു ഔട്ട് ഗോയിങ്. ഇനി ടോട്ടൽ ഔട്ട് ഗോയിങ് എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും കൂടി സം എടുക്കുക. എല്ലാത്തിൻ്റെയും കൂടി സം എന്ന് പറയുമ്പോഴത്തേക്കും ഈ മുനിസിപ്പൽ ടാക്സ്, റിപ്പയർ ചാർജ്, പ്രോപ്പർട്ടി ടാക്സ്, ഇൻഷുറൻസ് പ്രീമിയം, ദെൻ മാനേജ്മെൻറ്റ് ചാർജ്, മിസ്സലേനിയസ് ചാർജ്, പ്ലസ് ഈ സിംഗിങ് ഫണ്ട് വരത്തില്ല, പകരം ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് സിംഗിങ് ഫണ്ട്. ഇതിൻ്റെ എല്ലാം കൂടി സം എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ഔട്ട് ഗോയിങ്സ് കിട്ടും. ഇനി ഗ്രോസ് റെൻറ്റ് മൈനസ് ടോട്ടൽ ഔട്ട് ഗോയിങ്, ഗ്രോസ് റെൻറ്റ് 18,000 ആയിരുന്നു, മൈനസ് ടോട്ടൽ ഔട്ട് ഗോയിങ് ചെയ്യുമ്പോൾ നെറ്റ് ഇൻകം കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിന് നെറ്റ് ഇൻകം ഇൻറ്റു ഇയേഴ്സ് പർച്ചേസ് ആണ്. അപ്പോൾ ഇയേഴ്സ് പർച്ചേസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞു 70 years ആണ്. 70 yearsോ അതിൽ കൂടുതലോ ആണ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ലൈഫ് പറയുന്നതെങ്കിൽ നമ്മുടെ ഇയേഴ്സ് പർച്ചേസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 1/I' ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, 1/I' ആണ് എടുക്കേണ്ടത്. അപ്പോൾ 1/I' എന്ന് പറഞ്ഞ് എത്രയാണ് 6% ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്.
എവിടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഓൺ ദ ബേസ് ഓഫ് 6% നെറ്റ് ഈൽഡ് എന്നാണ്. അതായത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എമൗണ്ട് ബാങ്കിൽ കൊണ്ടുപോയി ഇടുവാണെങ്കിൽ അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 6%. അതാണ് നമ്മുടെ എന്താ I' എന്ന് പറയുന്നത്. അപ്പോൾ I' എന്ന് പറയുന്നത് 6% കൊടുത്തു. അപ്പോൾ ഇയേഴ്സ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ 100/6 എന്ന് കിട്ടി. അതിനെ കൊണ്ട് ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൻ്റെ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് കിട്ടി. ഇനി ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ആണ് നമ്മുടെ അടുത്ത് വാല്യൂ ഓഫ് പ്രോപ്പർട്ടിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളിനി ഇതിപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് മാത്രമേ ആയിട്ടുള്ളൂ. ഇതിലൊന്നും എന്താണ് ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ലാൻഡ് ഉണ്ട്. ലാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കോസ്റ്റ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ₹40/m². 1 മീറ്റർ സ്ക്വയറിന് 40 rupees ആണെന്ന് പറയുന്നു. അങ്ങനെ നമുക്ക് ലാൻഡ് ടോട്ടൽ എത്ര 800 m² ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ 40 × 800 ചെയ്യുക, കോസ്റ്റ് ഓഫ് ലാൻഡ് കിട്ടും. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സം എടുക്കുമ്പോൾ ടോട്ടൽ വാല്യൂ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് എ ന്യൂലി കൺസ്ട്രക്റ്റഡ് ബിൽഡിംഗ് വാസ് 25 lakh. ലൈഫ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുന്നത് 75 years ആണ്. ഡിറ്റർമിൻ ദ ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത് ഇൻ ദ 30th year ഓഫ് ലൈഫ് ബൈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡ്. സ്ക്രാപ്പ് വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 10% ഓഫ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. ദെൻ എന്ന് പറയുന്നത് 75 years ആണെന്ന് പറയുന്നുണ്ട്. നമ്മളടുത്ത് സ്ക്രാപ്പ് വാല്യൂ കണ്ടുപിടിക്കുക. സ്ക്രാപ്പ് വാല്യൂവിന് പറയുന്നുണ്ട് എന്താണ് 10% ഓഫ് കൺസ്ട്രക്ഷൻ കോസ്റ്റ്. നമ്മൾക്ക് ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ദെൻ കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡ്. അതിൽ ഈ എസ് എന്ന് പറയുന്നത് എന്താണ് സ്ക്രാപ്പ് വാല്യൂ ആണ് ആ ഇക്വേഷനിൽ പറയുന്നതിൽ. അപ്പോൾ 10% ഓഫ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് എടുക്കുക. 10/100 ഇൻറ്റു കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 25 lakh. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ കിട്ടും. ദെൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡി കണ്ടുപിടിക്കുക. ഡിപ്രീസിയേഷൻ പെർ ഇയർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ C-S/N. സി എന്ന് പറഞ്ഞാൽ കോസ്റ്റ്, എസ് എന്ന് പറയുന്നത് സ്ക്രാപ്പ് വാല്യൂ, എൻ എന്ന് പറയുന്നത് 75 years ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ദെൻ ഡിപ്രീസിയേഷൻ ഇൻ ദ 30th year ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് പെർ ഇയർ എന്തുമാത്രം ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് 30th yearലെ ഡിപ്രീസിയേഷൻ വരെ നമുക്ക് വേണം. അപ്പോൾ ഇൻറ്റു 30 ചെയ്യുമ്പോൾ 30 year വരെ എന്തുമാത്രം ഡിപ്രീസിയേഷൻ ആണെന്ന് സംഭവിച്ചതെന്ന് നമുക്ക് കിട്ടും. ഇനി ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് മൈനസ് ടോട്ടൽ ഡിപ്രീസിയേഷൻ. അത് ചെയ്യുമ്പോൾ ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ് കിട്ടും. ദെൻ കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡിലാണെങ്കിൽ നമുക്ക് വാല്യൂ ഓഫ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ C/S/M/N. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. സി അറിയാം, എസ് അറിയാം, എം അറിയാം, എൻ അറിയാം. അപ്പോൾ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കിട്ടി. ഇനി ഈ രണ്ട് വാല്യൂസും സെയിം ആവണമെന്നൊന്നുമില്ല, അത് വേരി ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് അത് സെയിം ആൻസർ വന്നില്ല എന്ന് പറഞ്ഞാൽ ആൻസർ തെറ്റൊന്നുമല്ല. ഇനി ബിൽഡിംഗ് ഈസ് സിറ്റുവേറ്റഡ് ബൈ ദ സൈഡ് ഓഫ് എ മെയിൻ റോഡ് ഓഫ് മുംബൈ സിറ്റി ഓൺ എ ലാൻഡ് ഓഫ് 500 square meter. അപ്പം ലാൻഡ് എന്ന് പറഞ്ഞാൽ 500 m² ആണ്. ദെൻ ബിൽറ്റപ്പ് പോർഷൻ എന്ന് പറയുന്നത് 20 m/15 meter. അപ്പം നമുക്ക് അവിടുത്തെ പ്ലിന്ത് ഏരിയ ഓഫ് ബിൽഡിംഗ് എന്ന് കിട്ടും 20 × 15. Then the building is first class type and provided with water supply, sanitary and electrical fittings, and age of building എന്ന് പറഞ്ഞാൽ 30 years ആണ്. വർക്ക് ഔട്ട് ദ വാല്യുവേഷൻ ഓഫ് ദ പ്രോപ്പർട്ടി. അപ്പോൾ ഏജ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 30 years. അതെന്ന് പറഞ്ഞാൽ എം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ പ്ലിന്ത് ഏരിയ നമുക്കറിയാം. ഇനി നമ്മൾ അസ്യൂം ചെയ്യുവാണ് പ്ലിന്ത് ഏരിയ റേറ്റ് എന്ന് പറയുന്നത് 1 m² ₹200. അതിനകത്ത് ഇൻക്ലൂഡിങ് ഏതൊക്കെയാണ് വാട്ടർ സപ്ലൈ, സാനിറ്ററി ആൻഡ് ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ്, കോസ്റ്റ് ഓഫ് ബിൽഡിംഗ്. കാരണം നമുക്ക് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പ്ലിന്ത് ഏരിയ റേറ്റ് എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്യുന്നു പെർ m² ₹200. അങ്ങനെ നമ്മുടെ ടോട്ടൽ എത്രയാണ് 300 m² ആണ്. ഇൻറ്റു 200 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് ബിൽഡിങ് കിട്ടും. ദെൻ നമ്മൾ കൺസിഡറിങ് ലൈഫ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 100 years ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. കാരണം ഇവിടെ ഇപ്പോഴത്തെ ബിൽഡിങ്ങിൻ്റെ ഏജാണ് 30 years എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എത്രയാണ് അതിൻ്റെ ലൈഫ് ടൈം എന്ന്. അപ്പം നമ്മൾ അസ്യൂം ചെയ്യുന്നു 100 years ആണെന്ന്. അങ്ങനെയെങ്കിൽ ഡിപ്രിസിയേറ്റഡ് വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, D is equal to P into 100 minus RD/100 അപ്പോൾ നേരത്തെ ഒരു ടേബിൾ ഓഫ് ഫോമിൽ കാണിച്ചായിരുന്നു. ബിൽഡിങ്ങിൻ്റെ ലൈഫ് 100 years ആണെങ്കിൽ RDയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ N എന്ന് പറയുന്നത് ഇവിടെ 30 years. അത് ശരിക്കും M ആണ്, ലൈഫ് ടൈം അല്ല. ഓക്കെ, അത് കൺഫ്യൂസ് ആവണ്ട. ഇതിലെന്തുവാണ് ഇയർ തന്നിട്ടുള്ളത് അത് ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ P എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ്. അപ്പം നമുക്ക് D കിട്ടും, ഡിപ്രിസിയേറ്റഡ് വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് കിട്ടും. അങ്ങനെയെങ്കിൽ കോസ്റ്റ് ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നു 1 m² ₹60 ആണ്.
അങ്ങനെ നമുക്ക് ടോട്ടൽ ലാൻഡിൻ്റെ എത്രയാണ് ഏരിയ 500. അപ്പോൾ 500 ഇൻറ്റു 60 ചെയ്യുക. അപ്പോൾ കോസ്റ്റ് ഓഫ് ലാൻഡ് കിട്ടി. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ടോട്ടൽ വാല്യൂ ആണ്. അപ്പോൾ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഓഫ് ദ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് പ്ലസ് ഈ ഒരു കോസ്റ്റ് ഓഫ് ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വാല്യുവേഷൻ ഓഫ് ദ പ്രോപ്പർട്ടി കിട്ടും. ഇവിടെ നിന്ന് കിട്ടുന്നത് ഡിപ്രീസിയേറ്റഡ് വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് ആണ് ഫോർ 30 years. ഓക്കെ, അത് മറക്കരുത്. Then in a plot of land consisting 45 lakhs, a building has been newly constructed at a cost of 70 lakhs. ഓക്കെ, അപ്പോൾ ഒരു ലാൻഡിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 45 lakh ആണ്. ഒരു ബിൽഡിംഗ് ന്യൂലി കൺസ്ട്രക്ട് ചെയ്യുന്നു 70 lakhന്. ദ ബിൽഡിംഗ് കൺസിസ്റ്റ് ഓഫ് 8 flats for 8 tenants. The owner expects 8% return on cost of construction and 6% return on cost of land. Calculate the standard rent for each flat of the building assuming life of building എന്ന് പറയുന്നത് 70 years എന്നിൻ്റെ വാല്യൂ. ദെൻ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ 4% ഇൻട്രസ്റ്റ്, അപ്പോൾ ഐയുടെ വാല്യൂ. ദെൻ 10% ആനുവൽ റിപ്പയർ കോസ്റ്റ് ആൻഡ് 30% ഓഫ് ഔട്ട് ഗോയിങ്സ് ഓഫ് ദ നെറ്റ് റിട്ടേൺ. ഇത്രയാണ് തന്നിട്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്റ്റാൻഡേർഡ് റെൻറ്റ്. സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് പറയുന്നത് എന്തുവാണ്? ഗ്രോസ് റെൻറ്റ് പെർ മന്ത്. അപ്പം നമുക്ക് ഗ്രോസ് റെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നെറ്റ് റെൻറ്റ് വേണം, ഔട്ട് ഗോയിങ് വേണം. കാരണം ഗ്രോസ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നെറ്റ് റെൻറ്റ് പ്ലസ് ഔട്ട് ഗോയിങ്സ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? നെറ്റ് റെൻറ്റ് കണ്ടുപിടിക്കണം. നെറ്റ് റെൻറ്റ് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഓണർ എക്സ്പെക്ട്സ് 8% റിട്ടേൺ ഓൺ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ്റെ 8% റിട്ടേൺ കിട്ടും. അപ്പം നമ്മൾ കോസ്റ്റ് ഓഫ് ലാൻഡ് എടുത്ത് എഴുതി 45 lakhs, കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ 70 lakhs. ഇനി റിട്ടേൺ ഓൺ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 8% ഓഫ് കൺസ്ട്രക്ഷൻ കോസ്റ്റ്. കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 70 lakhs, അതെടുത്ത് എഴുതുക. ദെൻ റിട്ടേൺ ഓൺ കോസ്റ്റ് ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് 6% ഓഫ് കോസ്റ്റ് ഓഫ് ലാൻഡ് 45 lakhs ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഇൻകം കിട്ടും. അപ്പോൾ നെറ്റ് ഇൻകമായി ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇയേഴ്സ് പർച്ചേസ് നെറ്റ് ഇൻകം കിട്ടിയാൽ ഔട്ട് ഗോയിങ്സ് കണ്ടുപിടിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്രോസ് ഇൻകം ആണ് നമുക്ക് വേണ്ടത്. ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് നെറ്റ് ഇൻകം പ്ലസ് ഔട്ട് ഗോയിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ നെറ്റ് ഇൻകം കിട്ടാനായിട്ട് ഇത് പ്ലസ് ഇത് ചെയ്യുക. അപ്പോൾ നമുക്ക് നെറ്റ് ഇൻകം കിട്ടി. ദെൻ ഇനി നമ്മൾ അസ്യൂമിങ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് 10%. ഇതിലിപ്പോൾ നമുക്ക് ഔട്ട് ഗോയിങ്സിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഔട്ട് ഗോയിങ് എന്ന് പറയുന്നത് എന്താണ്? ഐ ആണ്, ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് സിങ്കിങ് ഫണ്ട്. ദെൻ ആനുവൽ റിപ്പയർ കോസ്റ്റ് വരും. പിന്നെ 30% ഓഫ് ഔട്ട് ഗോയിങ്സ് ഓഫ് ദ നെറ്റ് റിട്ടേൺ. അപ്പം നെറ്റ് റിട്ടേണിൻ്റെ 30% എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഔട്ട് ഗോയിങ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ഐ കണ്ടുപിടിക്കണം. ഐ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ക്യാപിറ്റൽ എസ് വേണം, അതായത് ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട്. അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് സ്ക്രാപ്പ് വാല്യൂവിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ അറിഞ്ഞിരിക്കാം. 10%. അത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് 10% ആണ്. അങ്ങനെയാണെങ്കിൽ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് തന്നെയാണ് നമ്മളത് റീകൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് വേണ്ടതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ 70 lakhs മൈനസ് 10/100 ഓഫ് കൺസ്ട്രക്ഷൻ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മൾ ആ ബിൽഡിംഗ് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ ഞാൻ എന്തുമാത്രം എമൗണ്ട് ഇപ്പോഴേ ഡെപ്പോസിറ്റ് ചെയ്ത് തുടങ്ങണം. അതാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എസ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ തന്നെ നമ്മൾ ആ ബിൽഡിംഗ് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണം എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ 70 lakhs മൈനസ് 10/100 ഇൻറ്റു കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. സപ്പോസ് ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് 60 lakhs മതി എന്ന് പറയുവാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ 60 lakhs മൈനസ് 10/100 ഓഫ് 70 lakhs. എപ്പോഴും സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യേണ്ടത് കൺസ്ട്രക്ഷൻ കോസ്റ്റിൽ നിന്നാണ്. കൺസ്ട്രക്ഷൻ കോസ്റ്റിൻ്റെ 10% ആണ് എപ്പോഴും സ്ക്രാപ്പ് വാല്യൂ എടുക്കേണ്ടത്. അതാണ് ഇവിടെ 10/100 ഇൻറ്റു 70 lakhs. ഇനി ഇവിടെ ടോട്ടൽ എമൗണ്ട് ഓഫ് ഫോർ റീകൺസ്ട്രക്റ്റിംഗ് ദ ബിൽഡിംഗ് എത്ര എമൗണ്ട് വേണം? 70 lakh തന്നെ വേണമെന്ന് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നു. സപ്പോസ് 60 lakh മതി എന്ന് ക്വസ്റ്റ്യനിൽ പറയുവാണെങ്കിൽ ആ 60 lakh എടുക്കുക. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട് എസ് കിട്ടി. ദെൻ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് സിങ്കിങ് ഫണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. എസ് ഐ ഡിവൈഡ് ബൈ 1 + i the whole raised to n - 1. അതിൽ ഐ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു എന്തുവാ? സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ 4% ഇൻട്രസ്റ്റിലാണെന്ന് പറഞ്ഞു. അപ്പോൾ 0.04. ഇനി ബിൽഡിങ്ങിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 70 years ആണ്. അപ്പോൾ n = 70 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഐയുടെ വാല്യൂ കിട്ടും. ദെൻ
ആനുവൽ റിപ്പയർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് 1% ഓഫ് ആനുവൽ റിപ്പയർ കോസ്റ്റ്. എപ്പോഴും ആ 1% എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ കോസ്റ്റിൻ്റെ 1% വേണം എടുക്കാൻ. അപ്പോൾ 1/100 ഇൻറ്റു കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 70 lakh. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആനുവൽ റിപ്പയർ കോസ്റ്റ് കിട്ടി. ദെൻ നമുക്ക് വേണ്ടത് ബാക്കി ഔട്ട് ഗോയിങ്സ് എന്ന് പറഞ്ഞാൽ 30% ഓഫ് നെറ്റ് റിട്ടേൺ, നെറ്റ് ഇൻകത്തിൻ്റെ 30%. അപ്പോൾ 30/100 ഇൻറ്റു നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ 8,30,000 ആയിരുന്നു. അപ്പോൾ ഔട്ട് ഗോയിങ്സ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ ഔട്ട് ഗോയിങ് കൂടി ഇതിനകത്തോട്ട് വരും. ഇനി ടോട്ടൽ ഔട്ട് ഗോയിങ്സ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഗ്രോസ് റെൻ്റ് എന്ന് പറയുന്നത് നെറ്റ് റെൻ്റ് പ്ലസ് ഔട്ട് ഗോയിങ്സ് ആണ്. ഔട്ട് ഗോയിങ്സിൽ ഏതൊക്കെ വരും? നേരത്തെ കണ്ടുപിടിച്ച ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് സിങ്കിങ് ഫണ്ട് പ്ലസ് ഇപ്പോൾ കിട്ടിയ ആനുവൽ റിപ്പയർ കോസ്റ്റ് പ്ലസ് ഔട്ട് ഗോയിങ്സ്, അത് മൂന്നും കൂടെ സം ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഔട്ട് ഗോയിങ് കിട്ടുന്നത്. അതേ പ്ലസ് നെറ്റ് റെൻറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഗ്രോസ് റെൻറ്റ് പെർ ഇയർ ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് റെൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഗ്രോസ് റെൻറ്റ് പെർ മന്ത് കണ്ടുപിടിച്ചു. ഇനി ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് സ്റ്റാൻഡേർഡ് റെൻറ്റ് ഫോർ ഈച്ച് ഫ്ലാറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് ബിൽഡിംഗ് കൺസിസ്റ്റ് ഓഫ് 8 flats ഫോർ 8 tenants. അത് 8 പേര് ചേർന്ന് 8 ഫ്ലാറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അത് ഓരോരുത്തരും അപ്പോൾ 8 ഫ്ലാറ്റാണ് കൂടുതലുള്ളത് ടോട്ടലി ഉള്ളത്. അപ്പോൾ സ്റ്റാൻഡേർഡ് റെൻറ്റ് ഫോർ ഈച്ച് ഫ്ലാറ്റ്, ഇതിപ്പോൾ ഗ്രോസ് റെൻറ്റ് പെർ മന്ത് കിട്ടിയതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 8 ഫ്ലാറ്റിനും കൂടിയാണ് കിട്ടിയത്. നമ്മളിനി എന്ത് ചെയ്യണം? ഓരോ ഫ്ലാറ്റിനും എത്ര വേണമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഗ്രോസ് റെൻറ്റ് പെർ മന്ത്, സ്റ്റാൻഡേർഡ് റെൻറ്റ് ഫോർ ഈച്ച് ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 8 ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയ ഗ്രോസ് റെൻറ്റ് പെർ മന്ത് എന്ന് പറയുന്നത് 8 ഫ്ലാറ്റിൽ നിന്നും കിട്ടുന്ന ഗ്രോസ് റെൻറ്റ് പെർ മന്താണ്. ബട്ട് നമുക്ക് വേണ്ടത് ഓരോ ഫ്ലാറ്റിനും എത്ര വേണം? അപ്പോൾ ഡിവൈഡഡ് ബൈ 8 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് റെൻറ്റ് ഫോർ ഈച്ച് ഫ്ലാറ്റ് ഓഫ് ദ ബിൽഡിംഗ് കിട്ടും. ദെൻ വർക്കൗട്ട് ദ വാല്യുവേഷൻ ഓഫ് എ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വിത്ത് ഫോളോയിങ് ഡേറ്റ. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് കോസ്റ്റ് ഓഫ് ലാൻഡ് ഫോർ ലൈഫ് ടൈം പീരീഡ് എന്ന് പറഞ്ഞത് 5,20,000 ആണ്. ഗ്രോസ് ഇൻകം പെർ ഇയർ തന്നിട്ടുണ്ട്. എക്സ്പെൻസസ് റിക്വയർഡ് പെർ ഇയർ. എക്സ്പെൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഔട്ട് ഗോയിങ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വാല്യുവേഷൻ ആണ് നമുക്ക് വേണ്ടത്. വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടാനായിട്ട് നെറ്റ് ഇൻകം ഇൻറ്റു ഇയേഴ്സ് പർച്ചേസ് ചെയ്യുക. ദെൻ ആ ഒരു ലാൻഡിൻ്റെ വാല്യൂ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വാല്യുവേഷൻ ഓഫ് ദ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് കിട്ടുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. കോസ്റ്റ് നമുക്ക് ടോട്ടൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ബിൽഡിംഗ് കണ്ടുപിടിക്കാം. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് നെറ്റ് ഇൻകം ഇൻറ്റു ഇയേഴ്സ് പർച്ചേസ്. എന്നിട്ട് ആ കിട്ടുന്ന വാല്യൂ പ്ലസ് ആ ലാൻഡിൻ്റെ ലാൻഡിൻ്റെ കോസ്റ്റ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ വാല്യൂ കിട്ടുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നെറ്റ് ഇൻകം കണ്ടുപിടിക്കണം. നെറ്റ് ഇൻകം കണ്ടുപിടിക്കണമെങ്കിൽ ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട് ഗോയിങ്സ് ചെയ്യണം. അപ്പോൾ ഈ ഔട്ട് ഗോയിങ്സ് ആണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പെൻസസ് റിക്വയർഡ് പെർ ഇയർ എന്ന് പറഞ്ഞിട്ട്. അത് സ്റ്റാഫ് സാലറി, ഇലക്ട്രിക് ചാർജ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് 20% ഓഫ് ഗ്രോസ് ഇൻകം ഔട്ട് ഗോയിങ് ആയിട്ട് പോകുന്നുണ്ട്. ദെൻ പറയുന്നു റിപ്പയർ മെയിൻ്റനൻസ് ഓഫ് ലിഫ്റ്റ്, ഇതിനൊക്കെ 5% ഓഫ് ദ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഔട്ട് ഗോയിങ് ആയിട്ട് പോകുന്നുണ്ട്. ദെൻ സിങ്കിങ് ഫണ്ടിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ കോസ്റ്റിൻ്റെ 4% ഓഫ് അലോയിങ് 10% ഓഫ് സ്ക്രാപ്പ് വാല്യൂ. അങ്ങനെ ഇതെല്ലാം എന്താണ്? ഔട്ട് ഗോയിങ്സിൽ വരുന്നതാണ്. ദെൻ പറയുന്നു ടേക്ക് ഇയേഴ്സ് പർച്ചേസ് ആയിട്ട് 8% ആൻഡ് ആനുവൽ റിപ്പയർ ഓഫ് ദ ബിൽഡിംഗ് 2% ഓൺ ഗ്രോസ് ഇൻകം. അപ്പോൾ നമുക്ക് വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ഗ്രോസ് ഇൻകം പെർ ഇയർ തന്നിട്ടുണ്ട്, അത് എഴുതുക. ദെൻ നമുക്ക് ഔട്ട് ഗോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് എന്തുവാണ്? സ്റ്റാഫ് സാലറി, ഇലക്ട്രിക് ചാർജ്, മുനിസിപ്പൽ ടാക്സസ് ഇൻക്ലൂഡിംഗ് ലൈസൻസസ്, ഫീസ്, സ്റ്റേഷനറി ആൻഡ് പ്രിൻറ്റിംഗ് എക്സെട്ര ഈസ് 20% ഓഫ് ഗ്രോസ് ഇൻകം എന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 20% ഓഫ് ഗ്രോസ് ഇൻകം എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ 20/100 ഇൻറ്റു ഗ്രോസ് ഇൻകം ചെയ്യുക. ദെൻ അടുത്ത ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ ഫോർ റിപ്പയർ മെയിൻ്റനൻസ് ഓഫ് ലിഫ്റ്റ്, ഫർണിച്ചർ 5% ഓഫ് ദെയർ ക്യാപിറ്റൽ കോസ്റ്റ്. അപ്പോൾ ക്യാപിറ്റൽ കോസ്റ്റ് ഇവിടെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അപ്പോൾ 5/100 ഇൻറ്റു ക്യാപിറ്റൽ കോസ്റ്റ് ചെയ്യുക. Then singing fund for items considered in capital cost whose life is 25 years. ഇവിടെ പറയുന്നുണ്ട് 5% ഓഫ് ദെയർ സിംഗിങ് ഫണ്ട് എന്ന് പറയുന്നത് 4% അലോയിങ് 10% സ്ക്രാപ്പ് വാല്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സിംഗിങ് ഫണ്ട് ഫോർ ഐറ്റംസ് കൺസിഡേർഡ് ഇൻ ക്യാപിറ്റൽ കോസ്റ്റ് ഹൂസ് ലൈഫ് ഈസ് 25 years അറ്റ് 4% ആഫ്റ്റർ അലോയിൻസ് 10% സ്ക്രാപ്പ് വാല്യൂ. അപ്പോൾ 10% സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് പോകുന്നു. അപ്പോൾ ഞാൻ എന്തുമാത്രം എമൗണ്ട് സിംഗിങ് ഫണ്ടിൽ വരും? സിംഗിങ് ഫണ്ടിൽ എത്ര വരും എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ടോട്ടൽ എമൗണ്ട് ഓഫ് സിംഗിങ് ഫണ്ട് ഇവിടെ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് നോക്കണ്ട. ടോട്ടൽ എമൗണ്ട് ഓഫ് സിംഗിങ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ
ക്യാപിറ്റൽ കോസ്റ്റ്. ഇവിടെ ഇപ്പോൾ ക്യാപിറ്റൽ കോസ്റ്റിൽ നിന്നുള്ള ഡിഡക്ഷനാണ് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് 10,50,000. ഓക്കെ, 10,50,000 മൈനസ് നമ്മുടെ 10% ആണ് സ്ക്രാപ്പ് വാല്യൂ. അപ്പോൾ 10/100 ഇൻറ്റു 10,50,000. ഓക്കെ, അതിനെയാണ് ഇവിടെ 90/100 എന്ന് ഒറ്റയടിക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്രാപ്പ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത് കിട്ടും. ദെൻ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് സിങ്കിങ് ഫണ്ടാണ് ശരിക്കും നമ്മുടെ ഔട്ട് ഗോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതി എസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഐ എന്ന് പറയുന്നത് 4% എന്ന് പറയുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട് 4% എന്ന്. അപ്പോൾ ഐയുടെ വാല്യൂ 4% ആണ്. ദെൻ 25 ഇയേഴ്സിനാണെന്ന്, ലൈഫ് 25 ഇയേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 25 കൊടുക്കുക, എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഐ കിട്ടും. ദെൻ ഇൻഷുറൻസ് പ്രീമിയം, ക്വസ്റ്റ്യൻ പറയുന്നത് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത് 25,000 പെർ ഇയർ. അപ്പോൾ അത് ഇൻഷുറൻസ് പ്രീമിയം പെർ ഇയർ എന്ന് പറഞ്ഞിട്ടാണ് 25,000. ദെൻ ആനുവൽ റിപ്പയർ ഓഫ് ബിൽഡിംഗ് അറ്റ് 2% ഓൺ ഗ്രോസ് ഇൻകം. ഇവിടെ പറയുന്നുണ്ട് ആനുവൽ റിപ്പയർ ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടാണ് 2% ഓഫ് ഗ്രോസ് ഇൻകം എന്ന് പറയുന്നു. അപ്പോൾ 2% ഇൻറ്റു ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് 8,50,000 ആയിരുന്നു. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ആനുവൽ റിപ്പയർ ചാർജ് കിട്ടും. ദെൻ ടോട്ടൽ ഔട്ട് ഗോയിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം കൂടി സം, ഏതിൻ്റെ? ആനുവൽ റിപ്പയർ ചാർജ്, ഇൻഷുറൻസ് പ്രീമിയം, ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് സിങ്കിങ് ഫണ്ട്, ദെൻ ഇവിടെ സ്റ്റാഫ് സാലറിക്ക് വരുന്നത്, പിന്നെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, ഇതിൻ്റെ എല്ലാം കൂടി സമ്മാണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട് ഗോയിങ്സ് എന്ന് പറയുന്നത്. ദെൻ നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട് ഗോയിങ്സ് ചെയ്യുക. ദെൻ നമുക്കിനി എന്ത് വേണം? ഇയേഴ്സ് പെർച്ചേസ് വേണം. ഇയേഴ്സ് പെർച്ചേസിന് ഇവിടെ ക്വസ്റ്റ്യനിൽ എന്തോ പറഞ്ഞേക്കുന്നത്, ടേക്ക് ഇയേഴ്സ് പെർച്ചേസ് അറ്റ് 8% ആൻഡ് ആനുവൽ റിപ്പയർ ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 2% ഓൺ ഗ്രോസ് ഇൻകം, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇയേഴ്സ് പെർച്ചേസ് എന്ന് പറഞ്ഞാൽ 8% ആണെന്ന് എടുക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളപ്പോൾ അവിടെ അസ്യൂം ചെയ്യുവാണ്. അസ്യൂം ഇയേഴ്സ് പെർച്ചേസ് എന്ന് പറഞ്ഞാൽ എത്ര ഇയറിനാണെന്ന്, 60 ഇയേഴ്സിനാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് 8% ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് റിഡംഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 4% എന്നും നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ 1/I' + S, അതായത് ഇയേഴ്സ് പെർച്ചേസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/I' + S. അതിൽ എസ് എന്ന് പറയുന്നത് എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ് സിങ്കിങ് ഫണ്ടാണ്. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് സിങ്കിങ് ഫണ്ട് ഫോർ 60 ഇയേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ കോയിഫിഷ്യൻ്റ് ഓഫ് സിങ്കിങ് ഫണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? 60 ഇയേഴ്സ് 0.04, അതായത് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റലിൻ്റെ റിഡംഷൻ ഓഫ് ക്യാപിറ്റൽ അറ്റ് 4% എന്നാണ്. റിഡംഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എനിക്കതിൽ റീഗെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അതായത് സിങ്കിങ് ഫണ്ട് റിഡംഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? സിങ്കിങ് ഫണ്ടിൻ്റെ ഐ വാല്യൂ, അതാണ് 4% എന്ന് പറയുന്നത്. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് സിങ്കിങ് ഫണ്ട് ഫോർ 60 ഇയേഴ്സ് നമുക്ക് കിട്ടും. ഐയുടെ വാല്യൂ 0.04 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 60 ഇയേഴ്സ് ആണ്. n = കോയിഫിഷ്യൻ്റ് ഓഫ് സിങ്കിങ് ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇയേഴ്സ് പെർച്ചേസ് നമുക്ക് കണ്ടുപിടിക്കാം. 1/I' + S. I' വാല്യൂ 8% ആയിരുന്നു. കോയിഫിഷ്യൻ്റ് ഓഫ് സിങ്കിങ് ഫണ്ടിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് കിട്ടി. ദെൻ ഇയേഴ്സ് പെർച്ചേസ് കിട്ടും. ദെൻ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻകം ഇൻറ്റു ഇയേഴ്സ് പെർച്ചേസ് ആണ്. അപ്പോൾ നെറ്റ് ഇൻകം നമുക്കറിയാം, ഇയേഴ്സ് പെർച്ചേസ് കിട്ടി. ദെൻ ടോട്ടൽ വാല്യുവേഷൻ എന്ന് പറയുന്നത്, ഇതിപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ മാത്രമേ ആയിട്ടുള്ളൂ. ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ആ പ്രോപ്പർട്ടിയുടെ ലാൻഡ് വാല്യൂ കൂടി വരും. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ പ്ലസ് വാല്യൂ ഓഫ് ലാൻഡ് ഫോർ 60 ഇയേഴ്സ്. അപ്പോൾ വാല്യൂ ഓഫ് ലാൻഡ് ഫോർ 60 ഇയേഴ്സ് എന്ന് പറയുന്നത് 5,20,000. അതുകൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വാല്യുവേഷൻ കിട്ടും.